സ്ത്രീപക്ഷ നിയമങ്ങളല്ല വേണ്ടത്, പുരുഷപക്ഷ നിയമങ്ങളും അല്ല വേണ്ടത്, ഇക്വാളിറ്റിയാണ് ഉറപ്പെടുത്തേണ്ടത്. അല്ലാതെ ഈ രീതിയിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നല്ലതോ അല്ലെങ്കിൽ എല്ലാ നല്ലതും ചേർന്നവരാണോ സ്ത്രീകൾ? അങ്ങനെയൊന്നും ഇല്ല. സ്ത്രീകൾക്കിടയിലും നല്ലവരുണ്ട്, സ്ത്രീകൾക്കിടയിലും പന്നവരുണ്ട്, പുരുഷന്മാർക്കിടയിലും നല്ലവരുണ്ട്, പുരുഷന്മാർക്കിടയിൽ പന്നവരുണ്ട്, എല്ലാവരിലും ഉണ്ട്. പിന്നെ നമ്മളുടെ സമൂഹം ഒരു പാട്രിയാർക്കൽ സമൂഹം ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി പരിഗണനകൾ കൊടുക്കണം. അവരെ പരാതിപ്പെടുന്നതിൽ നിന്ന് എന്തെങ്കിലും തടയുന്നുണ്ടെങ്കിൽ ആ രീതി മാറ്റണം. അതിനാണ് ഇപ്പം എക്സാമ്പിൾ ഇരയുടെ ഐഡന്റിറ്റി പുറത്തുവിടാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ രീതിയിലുള്ള നിയമങ്ങളാണ് വരേണ്ടത്. അല്ലാതെ ഒരു സ്ത്രീ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ പുരുഷനെ ആക്രമിക്കുന്ന ഒരു ലെവലിലേക്ക് സമൂഹം മാറി, നിയമങ്ങളും ആ രീതിയിലേക്ക് മാറി. ആ രീതിയിലുള്ള നിയമങ്ങളെല്ലാം മാറ്റേണ്ടത്. അങ്ങനെയല്ല ഇക്വാളിറ്റി കൊണ്ടുവരേണ്ടത്. അത് ഇക്വാളിറ്റി അല്ല, അത് പുരുഷ വിരോധമാണ്. സ്ത്രീ വിരോധം പോലെ തന്നെ വൃത്തികെട്ടൊരു സാധനമാണ് പുരുഷ വിരോധം. ഒരിക്കലും അത് പാടില്ല. അതിനൊരു അറുതി വരേണ്ടത് പണ്ടേ കഴിഞ്ഞാൽ അതെല്ലാം വോക്കിസമാണ്, പക്ക വോക്കിസമാണ്, ഫെമിനിസം അല്ല. ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീപക്ഷവാദമല്ല, ഈക്വാലിറ്റിയാണ് ഫെമിനിസം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതൊക്കെ എഴുതി വെച്ചവനെയാണ് ആദ്യം പറയേണ്ടത്. കുറെ താൻ ഭയങ്കര ഫെമിനിസ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി കുറെ ആളുകൾ ചെയ്യുന്നു. കുറെ പീക്കോക്ക് ഫെമിനിസം എന്നാണ് അതിന് പറയുന്നത്. അതായത് ഞാൻ ഭയങ്കര ഫെമിനിസ്റ്റ് ആണ്, ഞാൻ ഭയങ്കര സ്ത്രീപക്ഷവാദിയാണ് എന്ന് ബാക്കിയുള്ള സ്ത്രീകളെ കാണിക്കാൻ വേണ്ടി. അല്ല ഒന്നിനുമല്ല. ഈ അഴിമതിക്കെതിരെ പറയുന്നത് കണ്ടിട്ടില്ലേ? ലോകത്തുള്ളവരെല്ലാവരും അഴിമതിക്കെതിരാണ്. പക്ഷെ അഴിമതി കേസ് പിടിക്കുന്നവനെ നോക്കാം, അവൻ കുറച്ചാൾ മുമ്പ് അഴിമതിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ അവനാണ് ഈ അഴിമതി കേസ് പിടിക്കുന്ന ഈ രാഷ്ട്രീയക്കാരെ എടുത്തു കഴിഞ്ഞാൽ. അതേപോലെ തന്നെയാണ് ഈ പീഡന കേസ് പിടിക്കുന്നവരൊക്കെ നോക്കിയാൽ മതി, അവരും ഭയങ്കര സ്ത്രീപക്ഷവാദികളായിരിക്കും. അത് പീക്കോക്ക് ഫെമിനിസം എന്നാണ് പറയുന്നത്. കാരണം സ്ത്രീകളെ കാണിക്കുകയാണ്, ഞാൻ ഭയങ്കര സ്ത്രീപക്ഷവാദിയാണെന്ന് കാണിച്ച് സ്ത്രീകളുടെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി. അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. വോക്കിസം ആവശ്യമില്ല, നമുക്ക് ഫെമിനിസമാണ് വേണ്ടത്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റിയാണ് വേണ്ടത്. സ്ത്രീയും പുരുഷനും ഈക്വൽ ആണെന്ന് പറയണം. അല്ലാതെ സ്ത്രീക്ക് പ്രത്യേക സംരക്ഷണം വേണമെന്ന് പറയുന്നത് ഫെമിനിസം അല്ല. സ്ത്രീ ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അവർക്ക് കൃത്യമായ പരിഗണനയാണ് ലഭിക്കേണ്ടത്. പുരുഷനെ പരിഗണിക്കുന്ന അതേപോലെ തന്നെയാണ് പരിഗണിക്കണം എന്നാണുള്ളതാണ് ഫെമിനിസം. അല്ലാതെ പുരുഷനേക്കാൾ എന്നെ പരിഗണിക്കണം എന്ന് പറയുന്നതല്ല ഫെമിനിസം. അത് പുരുഷ വിരോധമാണ്, അത് ഇക്വാലിറ്റി അല്ല. നമ്മൾ ഇക്വാലിറ്റിക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത്.